It came upon the midnight clear, that glorious song of old, from angels bending near the earth to touch their hearts of gold. Peace on the earth, goodwill to men, from heaven's all gracious King. The world in solemn stillness lay, to hear the angels sing. Yet with the woes of sin and strife, the world has suffered long. Beneath the angels' train have rolled 2,000 years of wrong, and men at war with men hears not the love song which they bring. Oh, hush the noisy men of strife, and hear the angels sing. And ye beneath life's crushing load, whose forms are bending low, who toil along the climbing way with painful steps and slow, look now for glad and golden earth, come safely on the wing. O rest beside the weary road, and hear the angels sing. Welcome to another Sunday edition of Kindergarten at Bethesda. നമ്മുടെ ദൈവം കർത്താവും രക്ഷകനുമായി യേശുക്രിസ്തുവിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് വഴിയൊരുക്കുവാൻ മുന്നോടിയായി കടന്നു വന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെ നാം അനുസ്മരിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന പാഠങ്ങളിൽ പ്രധാനമായും 3 ചിന്തകളാണ് ഉള്ളത്. ഒന്നാമതായി, ദൈവത്തെയും ദൈവവചനത്തെയും ദൈവപ്രമാണങ്ങളെയും കൽപ്പനകളെയും ഗൗരവമായി നാം എടുക്കയിൽ പരമ്പരാഗതമായി നാം അനുവർത്തിച്ചു പോരുന്ന ആചാരങ്ങളെയും മാമൂലുകളെയും തകിടം മറിക്കുവാൻ ധൈര്യപൂർവ്വം നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറായ 3 വ്യക്തികളെ പറ്റി നമുക്ക് പഠിക്കുവാനുണ്ട്. എലിസബത്ത്, മഹാപുരോഹിതനായ സക്രിയാവ്, പൗലോസ് അപ്പോസ്തലൻ. രണ്ടാമത്തെ ചിന്തയാണ് സത്യസുവിശേഷത്തിൻ്റെ ആവശ്യകത. മൂന്നാമത്, പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത. മഹാപുരോഹിതനായ സക്രിയാവിനും എലിസബത്തിനും അവരുടെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. മക്കളില്ലാതിരുന്ന മഹാപുരോഹിതനായ സക്രിയാവ് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. ഒരിക്കൽ ധൂപം കാട്ടുന്ന നാഴികയിൽ ദൈവദൂതനായ ഗബ്രിയേൽ സക്രിയാവിനോട് പറഞ്ഞു, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്വർഗദൂതൻ
ദൈവത്തിൻ്റെ ദൂതനായി ദൈവത്തിൻ്റെ സന്ദേശം ഈ പുരോഹിതന് കൈമാറുകയായിരുന്നു. പക്ഷേ ഇവിടെ സഖറിയാവ് ദൂതനോട് ചോദിക്കുകയാണ്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ. ദൈവവചനം അപ്പാടെ അതുപോലെ തന്നെ നാം അംഗീകരിക്കുകയാണ്, വിശ്വസിക്കുകയാണ് വേണ്ടത്. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവിടെ ഒന്നും ദൂതനോട് തിരിച്ചു ചോദിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷേ സഖറിയാവ് ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, നിനക്ക് അടയാളമുണ്ട്. നിനക്ക് മകൻ ജനിക്കുന്നത് വരെ നീ മൗനിയായിരിക്കും. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെപ്പറ്റിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 57-66. എലിസബത്തിനെ പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പൻ്റെ പേര് പോലെ അവന് സഖറിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവൻ്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്തു പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനായ സഖറിയാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. സഖറിയാവ് ഒരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം മച്ചിയായിരുന്നിട്ട് വാർദ്ധക്യത്തിൽ ഗർഭവതിയായ എലിസബത്ത് സ്നേഹിതരിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും അയൽക്കാരിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറി തൻ്റെ ഭവനത്തിൽ പാർക്കുകയായിരുന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി ആൻ ഓബ്ജക്റ്റ് ഓഫ് റെഡിക്യൂൾ. എന്നാൽ അവൾക്കൊരു മകൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ അവർ എല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. കാരണം അവർക്കറിയാം, ഇത് ദൈവം അവളിൽ ചെയ്ത അത്ഭുതമാണ്. ദൈവം അവളോട് കരുണ കാണിച്ചതാണ്. ഇത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല. മാത്രവുമല്ല, എലിസബത്തും സഖറിയാ പുരോഹിതനും അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്തിനോടൊപ്പം സന്തോഷിക്കുവാനാണ് അവർ അവിടെ ഓടിക്കൂടിയത്. ഇതാണ് നാം വേഴ്സ് 58 വായിച്ചതും. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവാൻ ദൈവമക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ഒരുവൻ സന്തോഷിക്കുമ്പോൾ അസൂയപ്പെടുകയോ ഒരുവൻ കരയുമ്പോൾ സന്തോഷിക്കുകയോ അവർ ചെയ്യില്ല. കാരണം അവർ എല്ലാവരും ദൈവത്തിൽ നിന്ന് കൃപകളും നൽവരങ്ങളും പ്രാപിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നവരാണ്. എലിസബത്തിൻ്റെ ആ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇറ്റ് വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു പുട്ട് their ട്രസ്റ്റ് ഓൺ ഗോഡ്. They rejoiced with her. Their Elizabeth's sorrow was their sorrow.
and her joy is now their joy. തുടർന്ന് വായിക്കുന്നു, 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പൻ്റെ പേര് പോലെ അവന് സക്രിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. പക്ഷേ എലിസബത്ത് പറഞ്ഞു, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇവിടെ നാം കാണുന്നത് എ കോൺഫ്ലിക്റ്റ് വിത്ത് കസ്റ്റം. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും പേരിടുക എന്നത് ഒരു കസ്റ്റമായിരുന്നു. എന്നാൽ എലിസബത്തും സക്രിയ പുരോഹിതനും ആ കസ്റ്റത്തിന് എതിരായിത്തിരിക്കുകയാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവിക വിശുദ്ധിയിലേക്ക് വരുവാൻ എക്കാലവും തടസ്സമായി നിന്നിരുന്നത് അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നത് നാം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ തുടരുവാൻ നാം ആഗ്രഹിച്ച് അതിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ്. നെവർ ബി കൺട്രോൾഡ് ബൈ കസ്റ്റം ബട്ട് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം, അതാണ് ആത്യന്തികമായി നാം പിന്തുടരേണ്ടത്. നാം ആശ്രയം വയ്ക്കേണ്ടത് അതിലാണ്. ദൈവവചനം നമ്മോട് എന്താണ് പറയുന്നത്? ദൈവത്തിൽ നിന്ന് നാം എന്താണ് കേൾക്കുന്നത്? അതാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. ഇവിടെ 9 മാസക്കാലം ഈ സക്രിയ പുരോഹിതൻ മൗനിയായിരുന്നു. പക്ഷേ ദൈവം അവനെ ഓർത്തു. സക്രിയാവ് എന്നുള്ള ആ പേരിൻ്റെ അർത്ഥം തന്നെ ഗോഡ് റിമെമ്പേഴ്സ്. സക്രിയാവ് ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവനായിരുന്നു, അക്കാര്യം ദൈവം ഓർത്തു. It was amazing tender mercy of God to his servant Zacharias. ഇവിടെ എലിസബത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ഓത്ത്. ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്നത് അത് നിവർത്തിക്കും. ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം സമൃദ്ധി നൽകുന്ന ദൈവമാണ്. എ ഗോഡ് ഓഫ് അബണ്ടൻസ്. ദൈവം സമൃദ്ധി നൽകും അല്ലെങ്കിൽ ദൈവം നന്മ നൽകും എന്ന് പറഞ്ഞത് ദൈവം നിവർത്തിക്കും. ഗോഡ് ഈസ് മൈ ഓത്ത്. എലിസബത്തിന് ദൈവം കൊടുത്തു യോഹന്നാനെ. ഗോഡ് ഈസ് ഗ്രേഷ്യസ്. കരുണയാണ് അവരോട് കാണിച്ചത്. എലിസബത്തിനോടും സക്രിയ പുരോഹിതനോടും ദൈവം തൻ്റെ കരുണ ഓർത്തു. ഗോഡ് ഈസ് ഗ്രേഷ്യസ്. നമ്മുടെ അടുത്ത വചനപാഠം പഴയ നിയമത്തിൽ നിന്നാണ്. മലാഖി 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മലാഖി എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു. യേശുക്രിസ്തുവിന് മുമ്പാണ് മലാഖി പ്രവചിച്ചത്. അതായത് അറൗണ്ട് 430 BCE. ആരോടാണ് മലാഖി പ്രവചിച്ചത്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട്, അഥവാ യഹൂദജനത്തോട്. അവർ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നിരിക്കുകയാണ്. മടങ്ങി വന്നിട്ട് 100 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവർ പേർഷ്യൻ എംപയറിൻ്റെ കീഴിലാണ്. ഇവിടെ ജനവും അവരെ ദൈവവഴിയിൽ നയിക്കുവാൻ നിയമിക്കപ്പെട്ട പുരോഹിതന്മാരും എല്ലാം ഒരുപോലെ പാപത്തിലും അശുദ്ധിയിലും മ്ലേച്ഛതയിലും അകപ്പെട്ടിരിക്കുന്നു. ദൈവവുമായുള്ള അവരുടെ ബന്ധം അറ്റുപോയിരിക്കുന്നു. മലാഖി പ്രവാചകനിൽ കൂടെ ദൈവം അവരോട് പറയുന്നു, നിങ്ങളെ തിന്മയിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ ദൈവം വരുന്നു എന്ന്. ഇവിടെ നിയമദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മെസ്സഞ്ചർ ഓഫ് ദ കവനൻറ്റ് അല്ലെങ്കിൽ മെസ്സഞ്ചർ ഓഫ് ദ പ്രോമിസസ്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്.
യേശുക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി ഈ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് മറ്റൊരു ദൂതൻ വരുന്നതായും പ്രവചിച്ചിരിക്കുന്നു. അത് യോഹന്നാൻ സ്നാപകനാണ്. നമുക്ക് വായിക്കാം. ലിസൺ, ഐ വിൽ സെൻഡ് മൈ മെസ്സഞ്ചർ ബിഫോർ മീ ടു പ്രിപ്പയർ ദ വേ. യോഹന്നാൻ സ്നാപകൻ്റെ കാര്യമാണ് ദൈവം പറയുന്നത്. And then the one you are looking for will come suddenly to his temple, the messenger of God's promises to bring you great joy. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിതാ വേഗം വരുന്നു എന്ന് മലാഖി പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. യെസ്, he is surely coming, says the Lord of hosts. But who can live when he appears? Who can endure his coming? എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? For he is like a blazing fire, refining precious metal, and he can bleach the dirtiest garments. അതിന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. He is like a blazing fire, refining precious metal, and he can bleach the dirtiest garments. Like a refiner of silver, he will sit and closely watch as the dross is burned away. He will purify the Levites, the ministers of God, refining them like gold or silver, so that they will do their work for God with pure hearts. പുരോഹിതവർഗത്തെ അഥവാ ലേവ്യരെ അവൻ വിശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then once more the Lord will enjoy the offerings brought to him by the people of Judah and Jerusalem as he did before. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അവൻ്റെ വരവിന് മുന്നോടിയായി അല്ലെങ്കിൽ വഴിയൊരുക്കുവാനായി വരുന്ന സ്നാപക യോഹന്നാൻ്റെയും കാര്യം മലാഖി പ്രവാചകൻ ഇവിടെ പ്രവചിച്ചിരിക്കുകയാണ്. അടുത്ത വചനപാഠമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെയും ദൈവവചനത്തെയും മറ്റെന്തിനേക്കാളും പ്രധാനമായി കണ്ട് സത്യസുവിശേഷ ഘോഷണം സാധ്യമാക്കുവാൻ നിലവിലുള്ള ചില സമ്പ്രദായങ്ങളെ ധൈര്യപൂർവം മാറ്റിമറിച്ച അപ്പോസ്തലനായ പൗലോസിനെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സസ് 1-5. പൗലോസ് ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ ഗ്രീക്കുകാരനായിരുന്നു. തിമോഥെയോസ് ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അതിനാൽ തിമോഥെയോസ് തന്നോടുകൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ ഗ്രീക്കുകാരനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് തിമോഥെയോസിനെ പൗലോസ് പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ
സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. പൗലോസ്ലീഹ തൻ്റെ മിഷനറി യാത്രയിൽ കണ്ടുമുട്ടിയ തിമോത്തിയോസ് എന്ന ക്രിസ്തു ശിഷ്യനെ സത്യസുവിശേഷ ഘോഷണത്തിൽ തന്നോടൊപ്പം കൂട്ടുവാൻ തീരുമാനിക്കുന്നു. പൗലോസ്ലീഹ നോക്കിയപ്പോൾ യുവാവായ ഈ തിമോത്തിയോസ് ആ ദേശങ്ങളിലുള്ള സകലരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. മാത്രവുമല്ല, തിമോത്തിയോസിന്റെ അമ്മ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്ന ഒരു യഹൂദ സ്ത്രീയായിരുന്നു. തന്മൂലം തിമോത്തിയോസിന് തിരുവെഴുത്തുകളിലുള്ള ആഴമായ ജ്ഞാനം പൗലോസ്ലീഹ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, തിമോത്തിയോസിന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നതിനാൽ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഭാവിയിൽ തിമോത്തിയോസിന്റെ ശുശ്രൂഷകളിൽ അയോഗ്യമായി യാതൊന്നും ആളുകൾ കണ്ടുപിടിക്കരുത് എന്ന ഉദ്ദേശത്തോടെ പൗലോസ്ലീഹ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ യവന ക്രിസ്ത്യാനികൾ അഥവാ ഗ്രീക്ക് സ്പീക്കിംഗ് ക്രിസ്ത്യൻസ് പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷേ യഹൂദന്മാരായ മുതിർന്ന ക്രിസ്തുമാർഗക്കാരെ ഓർത്താണ് പൗലോസ് അത് ചെയ്തത്. പൗലോസ് എന്താണ് ജനങ്ങളെ പഠിപ്പിച്ചത്? യഹൂദരിൽ നിന്നോ മറ്റു ജനതകളിൽ നിന്നോ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുന്നവർ യാതൊരു കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠിക്കേണ്ടതായ ആവശ്യമില്ല, അത് ചെയ്യരുത്. പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല, അതിനവരെ നിർബന്ധിക്കരുത്. യേശുവിലുള്ള വിശ്വാസം അത് മാത്രമാണ് രക്ഷയ്ക്ക് നിദാനം. അതിൻ്റെ കൂടെ മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൗലോസിന്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി എന്തിനാണ് പിന്നെ പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത്? പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ദൈവവും ദൈവവചനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സത്യസുവിശേഷ ഘോഷണം അതാണ് പൗലോസിന് ഏറ്റവും പ്രധാനം. അതിന് യോഗ്യനായ ഒരുവനെ കണ്ടുമുട്ടിയപ്പോൾ, അതിന് ഏറ്റവും ഉചിതമായ ഒരു സാഹചര്യം വന്നപ്പോൾ, തിമോത്തിയോസിനെ കണ്ടുമുട്ടിയപ്പോൾ ആ തിമോത്തിയോസിനെ കൂടെ കൂട്ടുവാൻ, തിമോത്തിയോസിന്റെ ശുശ്രൂഷ ക്രിസ്തു സഭയ്ക്ക് ഉണ്ടാകുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. ആ അതിയായ ആഗ്രഹമാണ് ദൈവവചനത്തോടും സുവിശേഷ വേലയോടുമുള്ള ആ പ്രതിബദ്ധതയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലനെ പ്രേരിപ്പിച്ചത്. ആ ദൈവത്തിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, യഹൂദനെ നേടാൻ ഞാൻ യഹൂദനായി എന്ന് പറയുന്നത് പോലെ പൗലോസ് അപ്പോസ്തലന് എന്താണ് പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നത്? പൗലോസ് അപ്പോസ്തലന്റെ ആ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യമാണ് തനിക്കുണ്ടായിരുന്നത്. തന്നെ സ്നേഹിച്ച ആ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ വയ്ക്കുക, അവനെപ്പറ്റി പറയുക, ദൈവസ്നേഹം ലോക ജനതകളിൽ പ്രഘോഷിക്കുക, ആ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുക. അതാണ് സത്യസുവിശേഷ ഘോഷണം. അതിനെ യോഗ്യനായി താൻ കണ്ടുമുട്ടി തിമോത്തിയോസിനെ. ആ ക്രിസ്തു ശിഷ്യൻ അതിന് സർവഥാ യോഗ്യൻ എന്ന് പൗലോസ്ലീഹ മനസ്സിലാക്കി. അവനെ വിട്ടുകളയുവാൻ മനസ്സില്ലായിരുന്നു. അവന് വേണ്ടി എന്തും ചെയ്യും. മറ്റുള്ളവർ അവനിൽ ഒരു കുറ്റവും ആരോപിക്കുവാൻ പാടില്ല,
ഒരു കുറവും കണ്ടെത്തുവാൻ പാടില്ല. പരിച്ഛേദന വേണമെങ്കിൽ പരിച്ഛേദന കൊടുക്കാം. ആ രീതിയിൽ അതിനുവേണ്ടിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ആ പ്രവൃത്തി ചെയ്തത്. 2 തിമോത്തി chapter 1 verses 3-10 നമ്മുടെ അവസാനത്തെ വചനപാഠം. രക്ഷയുടെ സന്ദേശമായ സുവിശേഷം അത് വില കുറഞ്ഞതല്ല, വിലയേറിയതാണ്, അമൂല്യമാണ്, നിധിയാണ്, സകലകാലത്തിനു മുമ്പ് ദൈവത്തിൽ മറഞ്ഞിരുന്നതാണ്, ക്രിസ്തുയേശുവിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതാണ്, നമുക്ക് ലഭ്യമായിരിക്കുന്നതാണ്. ആ രക്ഷ ദൈവകൃപയാലാണ്, നമ്മളുള്ള ദൈവസ്നേഹത്താലാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലാതെ നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടോ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ നമുക്ക് നേടിയെടുക്കാവുന്നതല്ല. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോഴാണ് ആ ദൈവത്തിൽ നിന്ന് ജീവനും അക്ഷയതയും നമ്മിലേക്ക് ഒഴുകുന്നത്. ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ താൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് മുമ്പ് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, How I thank God for you, Timothy. I pray for you every day, and many times during the long nights I beg my God to bless you richly. He is my Father's God and mine, and my only purpose in life is to please Him. How I long to see you again. How happy I would be, for I remember your tears as we left each other. എന്തിനാണ് തിമോത്തി കരഞ്ഞത്? ഇത്രമാത്രം നല്ല ഒരു മെന്റർ ആ പൗലോസ് അപ്പോസ്തലനെ ഇനി കാണുവാൻ പറ്റുകയില്ലല്ലോ എന്നോർത്താണ് തിമോത്തി കരഞ്ഞത്. പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, I know how much you trust the Lord, and I feel sure you are still trusting Him as much as ever. This being so, I want to remind you to stir into flame the strength and boldness that is in you, that entered into you when I laid my hands upon your head and blessed you. For the Holy Spirit, God's gift, does not want you to be afraid of people, but to be wise and strong, and to love them and enjoy being with them. If you will stir up this inner power, you will never be afraid to tell others about our Lord, or to let them know that I am your friend, even though I am here in jail for Christ's sake. You will be ready to suffer with me for the Lord, for He will give you strength in suffering. ക്രിസ്തുയേശുവിനു വേണ്ടി കഷ്ടത സഹിക്കുവാൻ പൗലോസ്ലീഹ തിമോത്തിയെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മോടും. Verse 9. It is He who saved us and chose us for His holy work. It is a holy calling. വിശുദ്ധ വിളി കൊണ്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. It is He who saved us and chose us for His holy work, not because we deserved it, but because that was His plan long before the world began, to show His love and kindness to us through Christ. And now He has made all of this plan to us by the coming of our Savior Jesus Christ, who broke the power of death and showed us the way of everlasting life through trusting Him. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലാണ് ഈ രക്ഷ നമുക്ക് സാധ്യമാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് ഒഴുകിയ ആ കൃപയാൽ കർത്താവ് നമ്മിലേക്ക് ആ കൃപ ഒഴുക്കുകയായിരുന്നു. ആ കൃപയാൽ നമുക്ക് ജീവനും അക്ഷയതയും നൽകിയ ആ സുവിശേഷം
അറിയിക്കുവാനുള്ള ആ വിശുദ്ധ വിളി നാം ചെവിക്കൊള്ളുമോ? വിശുദ്ധ വിളിയാലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ്. അതിന് ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനാൽ ഈ ലോകത്തിൻ്റെ ചില സമ്പ്രദായങ്ങളെയും മാമൂലുകളെയും രീതികളെയും ഒക്കെ തകിടം മറിക്കേണ്ടി വന്നാൽ ഭീരുത്വം ഉപേക്ഷിച്ച് ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.